ഹലോ ഗൈസ്, വി ആർ മിലൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ഇടാൻ പോവുകയാണ്. അതെ, ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീഡിയോ എടുക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം എടുക്കല്ല, കുറേ നാളുകളെ ഞാൻ എടുക്കുന്നുണ്ട്. ഒന്ന് അപ്ലോഡ് ചെയ്യാത്തതാണ്, അല്ലെങ്കിൽ ചിലത് മിക്കതും ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും. ഇൻട്രോ മാത്രം എടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യത്തില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈവനിങ് ഇൻ മൈ ലൈഫ്. യെസ്, അപ്പം സമയം 4:30 ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ തന്നെ പാല് വാങ്ങിക്കാൻ വേണ്ടി മിൽമയിൽ പോവുകയാണ്. പോവുകയാണ്. അതിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പം ഞാനിപ്പം ഒരു ലേസ് വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പോവാണ്. പാല് വാങ്ങിച്ചിട്ട് ഞാൻ അബിയുടെ അവിടെ വെച്ചിട്ടുണ്ട്. മുമ്പേ കാണിച്ചതാണ് ഞങ്ങളുടെ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ നിന്നാണ് ഞാൻ വാങ്ങിക്കുന്നത്. യെസ്, അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് 2 ലേസ് ഞാൻ തോന്നി. അപ്പം 2 ലേസ് ഞാൻ തോന്നി. അപ്പം വിചാരിച്ചു കടയിൽ പോയി 2 ലേസ് വാങ്ങിയത്. അപ്പം പാലപ്പിയുടെ അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അകത്തോട്ട് കയറുന്ന വഴി തന്നെയാണ് സൊസൈറ്റി. അപ്പം 5 മിനിറ്റ് പോലും തയ്ച്ച് നടക്കാനില്ല, ഇങ്ങോട്ടും അങ്ങോട്ടും. കടയിലാണെങ്കിലും മിൽമയിലാണ്. മിൽമ തൊട്ടപ്പുറത്താണ് ഞങ്ങളുടെ. അപ്പം ഞാൻ വേറൊരു സംഭവം കാണിക്കാവേ. അപ്പം കടയിലോട്ട് പോകുമ്പോൾ ഗൈസിൻ്റെ ഭാഗ്യത്തിന് ഈ കടയിൽ നീല ലേസില്ല. എനിക്ക് നീല ലേസാണ് ഇഷ്ടം. അപ്പം ഞാൻ പ്ലാൻ മാറ്റി ഒരു ലട്ടും ഒരു മുങ്കുതാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ ഗൈസ് ഒരു മസാല പീനട്ടും മുങ്കുതാലും ഞാൻ തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഗൈസ് അവിടെയാണ് ഞങ്ങളുടെ വീട്, ഇതിനപ്പുറമാണ് ഞങ്ങളുടെ വീട്. തീരമോ തനംഗമോ രാഗസാഗരമോ ആതിരത്തെന്നലോ താരകളോ ഇടയമുരളികയോ ആരെനിക്കേകി മധുരം ആരെനിക്കേകി പൊൻകനവ്. ആരോ അല്ല, ഏതോ 2 അപ്പച്ചന്മാർ. അതെ, ഏതോ 2 അപ്പച്ചന്മാരാണ് വരുന്നത് ഗൈസ്. പാല് വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇത് പോയിരുന്ന് കഴിക്കണം. യെസ്, അത് പോയിരുന്ന് കഴിക്കണം. ഞാൻ കഴിച്ചിട്ട് കാണാം ഗൈസ്. അപ്പം ഞാനിതാണ് മുങ്കുതാല് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തൻ വന്നത്. എൻ്റെ ഒരു ചെറുക്കൻ, എൻ്റെ ഒരു കുട്ടി, എൻ്റെ സ്റ്റുഡൻറ്റ്. ഹൈ പറയടാ. ഞങ്ങളുടെ അപ്പുവാണിത്. അവനപ്പം ട്യൂഷൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. പഠിച്ചോ? നിനക്ക് ഇന്നല്ല പരീക്ഷ അല്ലേ? നാളെയാണ് പരീക്ഷ. ഇന്ന് കുറച്ച് പേർക്ക് ഇവിടെ പരീക്ഷയുണ്ട്. ഹിസ്റ്ററിയോ? കെമിസ്ട്രി? എന്നാ മുങ്കുതാൽ കഴിക്കും. മുങ്കുതാൽ കഴിച്ചു നോക്ക്, കൊള്ളാവോ? നീ ബാക്കി അവരെയും കാണിക്കാം. എന്നിട്ട് ഞങ്ങളുടെ ട്യൂഷൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാം. അപ്പം എല്ലാവരും എന്നാ ചെയ്യണം അപ്പുവേ? വേറെന്തോ ചെയ്യണം? വേറെ അപ്പം എല്ലാം നിങ്ങൾ ചെയ്യണം അല്ലേ അപ്പു? ആർക്ക് വേണ്ടി ചെയ്യണം? അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അവരെല്ലാം വരട്ടെ അല്ലേ? അവരെല്ലാം ഇപ്പം വരും. ഗൈസ്, നമ്മുടെ ഷാമുവൽ വന്നിട്ടുണ്ട്. ഞാൻ അവർക്കുള്ള പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ 2 എണ്ണം വരാനുണ്ട്. അവരും കൂടെ വന്നിട്ട് ഇവർക്ക് ഇന്ന് ഇവരുടെ പരീക്ഷയുടെ കാര്യമാണ് ഇവരുടെ പരീക്ഷയുടെ കാര്യമാണ് ഇവൻ ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ പരീക്ഷ എഴുതുന്നതൊക്കെ നമുക്കിന്ന് കാണാം. കണ്ടോ, ചെറുക്കനെല്ലാം പഠിച്ചിട്ട് വന്നേക്കുക. ഇവിടെ ഭയങ്കര മത്സരമാണ് 2 പേരൊക്കെ തമ്മിൽ. ഇന്ന് ഫസ്റ്റ് വാങ്ങിക്കുമെന്ന്. ഇവനല്ല, ഇവനും വേറൊരു തരും. എന്നിട്ട് കാണാം ആര് ഫസ്റ്റ് വാങ്ങിക്കുമെന്ന്. നമ്മുടെ മാളു വന്നിട്ടുണ്ട്. മാളു പരീക്ഷയ്ക്ക് വേണ്ടി അവിടെ പോയിരുന്ന് പഠിക്കുകയാണ്. അപ്പം ഇത് കണ്ടു, ഒരുത്തൻ്റെ മഹത്ത സന്തോഷം. വേറെ അതുകൊണ്ട് അവിടെ ഒരുത്തൻ വന്നതിൻ്റെ സന്തോഷമാണ് ഈ മുഖത്ത് കാണുന്നത്. പിള്ളേരോട് ഇവനെ കുറിച്ച് എന്തോ അപവാദം പറഞ്ഞു കൊടുത്തെന്ന് അവര് വന്ന് ചേട്ടനോട് പറഞ്ഞു. ഇവിടുത്തെ കണ്ടാണ് അതിനെ കുറിച്ചുള്ളത് ഇപ്പൊ അവരെടുക്കുന്നത്. ഇതാണ് അപവാദം. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ
അപ്പം കാർത്തിക് അതുപോലെ എന്തോ പറഞ്ഞിട്ടുണ്ട്. പരീക്ഷ ആയതുകൊണ്ട് ഒന്നും പഠിക്കാത്തതിനെ കൈ കൊന്ത പിടിച്ചോണ്ടിരിക്കുന്ന മാളും, അല്ല കയ്യിൽ കൊന്ത പിടിച്ചോണ്ടിരിക്കുന്ന മാളും. എറിഞ്ഞു കൊടുക്കാതെ. അപ്പൊ പെട്ടെന്ന് ഞാനിപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടും, പരീക്ഷ എടുക്കും. അപ്പം ഞങ്ങൾ ഷാമലും ഉണ്ടെന്ന ലേസ് തിന്നുവാണ്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് കഴിക്കാൻ ഞാൻ പറഞ്ഞു. അതാകുമ്പം ഇവർ പരീക്ഷ കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പരീക്ഷ കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് കഴിപ്പിക്കാൻ ശരിയാക്കത്തില്ല. കാരണം അവർക്ക് മനസ്സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം ആസ്വദിച്ച് കഴിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഗൈസ്, അപ്പം ഇവരുടെ പരീക്ഷ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇനി പഠിക്കാണ്ടിരിക്കാൻ പോവുകയാണ്. വളരെ നല്ല മാർക്കുകളാണ് എൻ്റെ കുട്ടികളെല്ലാം വാങ്ങിച്ചത്. ഇവന് ഫുൾ മാർക്കുണ്ട്, ഇവർക്ക് 14.5 ഉണ്ട്, അവന് 12 മാർക്കുണ്ട്. ഇവൻ ഇന്ന് പിന്നെ പരീക്ഷ ഇല്ലായിരുന്നു. അപ്പം അവനിപ്പം മലയാളം പഠിച്ചിട്ടിരിക്കുന്നു. ഇവരിനി എന്ത് പഠിക്കുന്നു? സോഷ്യൽ പഠിക്കാൻ പോവുകയാണ്. ഞങ്ങളിനി സോഷ്യൽ പഠിച്ചിട്ട് വന്നിട്ട് കാണാം അല്ലേ? ഇന്നത്തെ ട്യൂഷൻ കഴിഞ്ഞ് എല്ലാവരുമാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും എന്നാ ചെയ്യണം? എല്ലാം ചെയ്യണം. ഇവിടെ ഒരുത്തൻ എൻ്റെ ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ബുക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പഠിക്കേണ്ട, എൻ്റെ പഠിക്കണം അവന്. അതെ, എന്തോ വലിയ കൊമ്പത്തെ ആള്. പിന്നെ അതുകൊണ്ട് ഇപ്പം അങ്ങ് പോകും. അപ്പം ഗൈസ്, ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ പള്ളിയിൽ പോവാം. കത്തോലിക്ക പള്ളി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ സമയം ലൈറ്റ് ഓഫ് 7:52. 8 മണിയാകുമ്പോൾ പള്ളി പൂട്ടും. പെട്ടെന്ന് പിടിക്കുകയാണെങ്കിൽ പള്ളി കയറി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കുരിശടി കയറി പ്രാർത്ഥിച്ചിട്ട് നടക്കും. ചിക്കു എന്നെ കാണുമ്പോൾ നേരെ എന്താ എവിടെ വരും? ഞാൻ ഫോൺ വരത്തില്ല, ഫോൺ തെറിച്ച് പോകുപോയി. കണ്ടില്ലല്ലേ, ഇരുട്ടായിരുന്നു. അപ്പോൾ അയ്യോ, പള്ളിയിൽ ചെന്നിട്ട് കാണിക്കാം. ഇനി ഓടണം, ഓടിയാലേ പള്ളിയിൽ എത്തത്തുള്ളൂ. വേണ്ട ജിംബ്രു പോ. അപ്പോൾ പള്ളിയിലെത്തിയിട്ട് ഞാൻ കാണിക്കാതെ. നല്ല ഇരുട്ടായി, നടന്നു പോകണം. യെസ്, ഗൈസ്, കറക്റ്റ് ടൈമിലാണ്. ഞാനവിടെ ആശുപത്രിയുടെ പുറകിലായപ്പം പള്ളി അടയ്ക്കാനുള്ള മണി അടിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് ഓടി വന്നിട്ട് കയറി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. പള്ളി കൂട്ടിക്കൊണ്ടിരിക്കും, ഞാൻ കാണിക്കാതെ. എനിക്ക് പല ദിവസത്താണ് പള്ളിക്കകം. ഞാൻ വേറൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. അവിടെ പള്ളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ അന്തോണിസ് മേളച്ചന് തൃശ്ശൂർ കൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഫ്രാൻസിസ് പ്രാർത്ഥിച്ചിട്ട് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പം ഗൈസ്, ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ വേറെ സംഭവം ഞങ്ങളെ കാണിക്കാതെ. പള്ളിയിൽ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി വന്നപ്പം എല്ലാ ചൊവ്വാഴ്ച ഞാൻ ഈ പള്ളിയിൽ വരും. ഇവിടെ എന്ന് പറയുമ്പം മറ്റേ ഇപ്പം അന്തോണിസ് മേളച്ചൻ്റെ കുരിശടി നിങ്ങളെ കാണിച്ചില്ലല്ലേ? ഇല്ല, മാതാവിൻ്റെ കുരിശടി കാണിച്ചില്ല. അപ്പം ഇത് ഞങ്ങളുടെ ഇവിടുത്തെ കത്തോലിക്ക പള്ളിയാണ്. പരിമലാശുപത്രി അറിയാം നിങ്ങൾക്ക്? പരിമലാശുപത്രിയുടെ പുറകുള്ള കത്തോലിക്ക പള്ളി. അപ്പം ഇവിടെ ചൊവ്വാഴ്ച അന്തോണിസ് മേളച്ചൻ്റെ നൊവേനയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ച ഞാനിവിടെ നിന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാം. അപ്പം എല്ലാ ദിവസവും ഇപ്പം എന്താ താമസിച്ചായിരുന്നു. ഇന്ന് അവധിയായിരുന്നേലും മക്കളെ എനിക്ക് ഇരുന്ന് നടന്നു തരാൻ മടിയായിരുന്നു. പിന്നെ ട്യൂഷൻ പിള്ളേർ വന്നു. അപ്പം പിന്നെ അവരെ വിട്ടിട്ട് ഞാൻ ഇപ്പോഴാണ് വന്നത്. അല്ല, ഇപ്പോഴാണ് പള്ളി വന്നത്. പള്ളി വന്നപ്പം കറക്റ്റ് ഇവിടെ ആയപ്പം പണി അടിച്ചു അടയ്ക്കാനുള്ളതിൻ്റെ. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഓടി വന്ന് പള്ളി കയറി പ്രാർത്ഥിച്ചു, തിരിച്ചു പോയി. ഓ, സെറ്റായിരുന്നു പെട്ടെന്ന്. എന്നിട്ട് പ്രാർത്ഥിച്ചു ഇറങ്ങി വന്നു. യെസ്, അതെ, ഇത് പരിമലാശുപത്രിയുടെ പുറകുവശമാണ്. അധികം ആൾക്കാർക്കും അറിയത്തില്ല ഇങ്ങനെ സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. ഞാനൊരു പ്രാവശ്യമില്ലേ ആർക്കൊക്കെയോ ഞാൻ സ്നാപ്പ് എടുത്ത് അയച്ചു. വേണ്ടേ ഈ ഗേറ്റ് ചോദിച്ചു എവിടെയാണ്. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചി പോയി വന്നു. പൊട്ടന്മാരെല്ലാം വിശ്വസിച്ചു. കാരണം ഇത് ക്ലിയർ അല്ല, ഇരുട്ടായതുകൊണ്ട് നമുക്ക് വലിയ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ ആരാണെങ്കിലും പോകും. ആരുടെ തെറ്റില്ല. അപ്പം ഇന്നത്തെ എൻ്റെ ഡേ മൈ ലൈഫ് അല്ല ഈവനിങ് മൈ ലൈഫ് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയും പോയിട്ട് പഠിക്കണം. ഡേറ്റാ സ്ട്രക്ചേഴ്സ് പഠിക്കണം. മാത്സിന് 2 എക്സാമും കൂടി ഉണ്ട്. അത് 2 ഇനി ഇത് പഠിക്കണം. എന്നെ കാണുന്നില്ല അല്ലേ? കാണത്തില്ല, ഇരുട്ട ഇവിടെ. അപ്പം
നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ. അപ്പോൾ ഇനി ഞാൻ എന്നും വീഡിയോ ഇടും, നോക്കി എല്ലാ ദിവസവും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് എന്നും ഞാൻ ഇനി വീഡിയോ ഇടും. അപ്പം അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ ബൈ. നാളെ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ?